കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഒരു തുരങ്കപാത 2 തവണ അതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നത്. ആദ്യമായിട്ട് നിർമ്മാണോദ്ഘാടനം നടത്തിയത് നമുക്ക് കാണാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ്. വയനാട്ടിലേക്ക് തുരങ്കപാത നിർമ്മാണോദ്ഘാടനം 5/10/2020. 100 ദിവസങ്ങൾ 100 പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ആ ഒരു നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടുള്ളത്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ 31/8/2025 ഇത് മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള പോസ്റ്റാണ്. ഇന്നേ ദിവസം പരിപാടി നടന്നിട്ടുമുണ്ട്. വയനാട് തുരങ്കപാത നിർമ്മാണോദ്ഘാടനം ഇന്ന് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി പാതക്ക് മുഖ്യമന്ത്രി തുടക്കമിടും. അതായത് 31/8/2025 ഈ ഒരു ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. ഈ വീഡിയോ എടുക്കുന്ന ഇന്നലെയാണ് ഈ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് മുഖ്യമന്ത്രിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ മീഡിയകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് രണ്ടാമത്തെ ഉദ്ഘാടനമാണോ, ആദ്യം ഒന്നും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ സംശയമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. 4 ഒക്ടോബർ 2020 ഇട്ട പോസ്റ്റാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വയനാട്ടിലേക്കുള്ള തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം നാളെ അഥവാ തിങ്കളാഴ്ച നടക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കിഫ്ബിയിൽ നിന്നും 658 കോടി രൂപ ചെലവഴിച്ചാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. ഇവിടെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിൻ്റെ ബാക്കി ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ കിഫ്ബിയിൽ നിന്നും 658 കോടി രൂപ ചെലവഴിച്ചാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾ നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെയാണ് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഏൽപ്പിച്ചിരിക്കുന്നത്. സാങ്കേതിക പഠനം മുതൽ നിർമ്മാണം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർവഹിക്കും. കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മറിപ്പുഴ എന്ന സ്ഥലത്ത് നിന്നും നിർദ്ദിഷ്ട തുരങ്കപാത ആരംഭിച്ചു കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കള്ളാടിക്കു സമീപം അവസാനിക്കും. തുരങ്കപാതയിലേക്ക് എത്തിച്ചേരാനായി കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത് ദേശീയപാത 766 നിന്ന് വഴി മാറി നിലവിലുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് ഉപയോഗപ്പെടുത്തും. സംസ്ഥാനത്തിന്റെ വികസന രംഗത്തെ പുതിയ ചുവടുവെപ്പാകും തുരങ്കപാത എന്നാണ് 2020 ഒക്ടോബർ 4-നിട്ട ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോയും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മുഖ്യമന്ത്രി ഇന്നലെ നിർമ്മാണോദ്ഘാടനം ചെയ്ത ആ ഒരു പ്രോഗ്രാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രിൻ്റെ തന്നെ നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും, കേരളത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ പുതിയൊരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടന്നു. കേരളത്തിൻ്റെ വ്യാപാര വാണിജ്യ ടൂറിസം മേഖലകൾക്ക് പുതിയ കുതിപ്പ് നൽകുന്ന ഈ പദ്ധതി താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായിരിക്കും. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന സാഫല്യമാണ്. 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 50 ഇനങ്ങളിലായി 900 വാഗ്ദാനങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ 33ാമത്തെ ഇനമായി റോഡ് വികസന പദ്ധതികളുടെ കൂട്ടത്തിൽ വയനാട് തുരങ്കപാതയും ഒരു വാഗ്ദാനമായി മുന്നോട്ട് വെച്ചിരുന്നു. അതുടനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വെല്ലുവിളികളെ മറികടന്ന് നാടിന്റെ വികസനം നടപ്പാക്കാൻ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ തുരങ്കപാതയിൽ പ്രതിഫലിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാകും ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള 3ാമത്തെ തുരങ്കപാതയും ഇതായിരിക്കും. പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്യുന്ന ഈ പദ്ധതിക്കായി കിഫ്ബി മുഖാന്തരം 2143 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് നൽകിയിട്ടുള്ളത്. 2143 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നോട്ട് ദി പോയിന്റ് എന്ന് നേരത്തെ പറഞ്ഞു വെച്ചതും ഇതും നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത്. അതും കൂടി നമുക്ക് കൂട്ടി നോക്കാം. അതിനു മുൻപായിട്ട് ഇന്ന് നാം ജീവിക്കുന്നതിൽ മെച്ചപ്പെട്ട പരിസ്ഥിതിയോടെ ഈ ഭൂമിയെ വരും തലമുറയ്ക്ക് കൈമാറണം. ഒപ്പം അവർക്ക് വേണ്ടി ഭാവിയെ മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുകയും വേണം. അതാണ് കേരളത്തിന്റെ സുസ്ഥിര വികസന മാതൃക. ആ മാതൃകയുടെ ദൃഷ്ടാന്തമായി ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ പോകുന്ന പദ്ധതിയായിരിക്കും ഈ ഒരു തുരങ്കപാത. പിന്നെ കുറേ ഫോട്ടോസും ആ തുരങ്കപാത നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടുള്ളത്, അതായത് 2020 നടത്തിയിട്ടുള്ള നിർമ്മാണോദ്ഘാടനത്തിന് പുറമെ വീണ്ടും 2025 നടത്തിയിട്ടുള്ള നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ആ ഒരു ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് 2 സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. അതിലൊന്നിൽ 2020 മുഖ്യമന്ത്രി നിർമ്മാണോദ്ഘാടനം ചെയ്ത സമയത്ത് ഇട്ട പോസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. രണ്ടാമത്തത്
മുഖ്യമന്ത്രി 2025 നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടുള്ള പോസ്റ്റിൻ്റെ അതിലുള്ള സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ആദ്യത്തിൽ 2020 പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കിഫ്ബിയിൽ നിന്നും 658 കോടി രൂപ ചെലവഴിച്ചാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കിഫ്ബിയിൽ നിന്നും 658 കോടി രൂപ ചെലവഴിച്ചാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. 2020 പറഞ്ഞതാണ് കേട്ടോ. ഇനി 2025 പറഞ്ഞത് നമുക്ക് നോക്കാം. പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്യുന്ന ഈ പദ്ധതിക്കായി കിഫ്ബി മുഖാന്തരം 2143 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് നൽകിയിട്ടുള്ളത്. 2020 നിന്നും 2025 എത്തുമ്പോഴുള്ള ഒരു കണക്കാണ് കേട്ടോ വരുന്നത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ട് ചെയ്യുന്ന ഈ പദ്ധതിക്കായി കിഫ്ബി മുഖാന്തരം 2143 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ 2020 653 എന്നുള്ളത് 2025 2143 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കാം. അതായത് 2143 2025 658 2020 നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടുള്ള ഇതിൻ്റെ ഒരു ചെലവ് കണക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യാണ്. 2143 മൈനസ് 658 എന്ന് പറയുമ്പോൾ 1485 കോടി രൂപൻ്റെ അധിക ചെലവാണ് ഇപ്പോൾ ഈ 5 വർഷത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ട് വീണ്ടും നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ട് നിർമ്മാണം നടപ്പിലാവുമ്പോൾ 1485 കോടി രൂപ അധികമായിട്ട് വരികയാണ്. അപ്പോൾ 5 വർഷം മുൻപ് പ്രഖ്യാപിച്ച നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടുള്ള ഒരു പദ്ധതിക്ക് 5 വർഷത്തിന് ശേഷം വീണ്ടും നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ട് കണക്ക് പറയുമ്പോൾ 1485 കോടി രൂപ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഈ നിർമ്മാണോദ്ഘാടനം തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. ഇത് ഇനിയും ഇങ്ങനെ നീണ്ടു പോകും. അതായത് ഇനി അടുത്തൊരു 5 വർഷം കൂടി ഞങ്ങൾക്ക് ഭരണം തന്നാൽ മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു തുരങ്കപാത ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം നമ്മളെ മുമ്പിലേക്ക് ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയൻ ഗവൺമെൻറ് അവർ നമ്മളെ മുമ്പിലേക്ക് ഇട്ട് തരാണ്. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞു. 2020 ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത 5ാമത്തെ വർഷത്തിലേക്ക് നമ്മളെ ഈ ഒരു ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 6 മാസം കഴിഞ്ഞാണെങ്കിലൊക്കെ നിയമസഭാ ഇലക്ഷൻ വരാണ് അല്ലേ, 6 മാസം തന്നെ ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വീണ്ടും പറയാണ് തുരങ്കപാത വീണ്ടും ഞങ്ങൾ നിർമ്മിക്കാൻ പോവാണ്, നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടുണ്ട്, 2143 കോടിയാണ് അതിന് ചിലവ് വരുന്നത്. അത് 5 വർഷം മുമ്പായിരുന്നെങ്കിൽ 658 കോടിക്ക് നടത്താമായിരുന്ന ഒരു പദ്ധതിയാണ് വീണ്ടും 1485 കോടി രൂപ അധികം ചെലവ് വെച്ചിട്ട് വീണ്ടും നടത്തുമെന്നൊരു വാഗ്ദാനമായിട്ട് പറയുന്നത് പോലെയാണ്. ഇനി അടുത്ത 5 വർഷം കൂടി ഞങ്ങൾക്ക് ഭരണം തന്നാൽ ഞങ്ങളത് നടത്തും. ചിലപ്പോൾ ഇനി 2031 മുൻപായിട്ട് ചിലപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു നിർമ്മാണോദ്ഘാടനം മൂന്നാമതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് മൂന്നാമതും ഒരു നിർമ്മാണോദ്ഘാടനം നടത്തി ഇതേപോലെ ജനങ്ങളെ വഞ്ചിക്കാനും പറ്റിക്കാനും ഈ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നതായിരിക്കും എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, അതിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ പോയിട്ട് വോട്ട് ചെയ്യരുത്. ഈ സർക്കാരിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും വഞ്ചനകളും ഒക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് നിങ്ങൾ ഇനി വരുന്നൊരു സർക്കാർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു സർക്കാരായിരിക്കണം. തീർച്ചയായിട്ടും ഇനി വരുന്നൊരു സർക്കാർ അതിനുവേണ്ടി പ്രാപ്തിയുള്ള ഒരു സർക്കാരിനെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതേപോലെ കള്ളത്തരങ്ങളും വഞ്ചനകളും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇനിയും വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും 2031 നമുക്ക് ഇതുപോലൊരു നിർമ്മാണോദ്ഘാടനം വയനാട് തുരങ്കപാതയുടേതായിട്ട് കാണേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, നല്ല തീരുമാനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി.